എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. ഫസ്റ്റ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് GY/MAT 101 മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസിലെ കുട്ടികൾ പഠിക്കുന്ന മാത്സിൻ്റെ പേപ്പറിലെ 4ാമത്തെ മൊഡ്യൂളായിട്ടുള്ള സീരീസ് റെപ്രസെൻറ്റേഷൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷനും അതിൻ്റെ സ്പെഷ്യൽ കേസായിട്ടുള്ള മക്ലോറിൻ സീരീസ് റെപ്രസെൻറ്റേഷനും അതിനുശേഷം നമ്മൾ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷനും പഠിച്ചു. ഓക്കെ, ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷനകത്ത് ഫൊറിയർ സീരീസ് കോയിഫിഷ്യൻസിൻ്റെ ഓയിലർ ഫോർമുല നമ്മൾ പഠിച്ചു. അതായത് A0, AN, BN ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ്, ഓഡ് ഫംഗ്ഷൻസും ഈവൻ ഫംഗ്ഷൻസും ഒക്കെ വെച്ചിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളും ചെയ്തു, അല്ലാത്ത ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. വളരെ പ്രാധാന്യാർഹിതമായ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അതെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിന് പലപ്പോഴൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫംഗ്ഷനും ആണ് നമ്മൾ പഠിച്ചത്. പിന്നെ അതിൻ്റെ ഡിഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു. അതായത് സീരീസ് റെപ്രസെൻറ്റേഷന് ശേഷം എന്തെങ്കിലും ഒരു സീരീസ് ഡെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനം ചോദിക്കാറുണ്ട്. അത് ഇടയ്ക്ക് അങ്ങനെയും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ മാത്രമായിട്ടും ചോദിക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസും ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസുമാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഡയറക്റ്റായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. ഒരു ഈ ഒരു ഫംഗ്ഷൻ്റെ ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് എഴുതാനോ അല്ലെങ്കിൽ ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സിമ്പിളാണ്. നമ്മൾ നേരത്തെ ഫൊറിയർ സീരീസ് പഠിച്ചെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഹാഫ് റേഞ്ച് ഫൊറിയർ, ആദ്യമേ നമുക്ക് സൈൻ സീരീസ് നോക്കാം. ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് ഞാൻ HRFSS എന്ന് ഷോർട്ട് ഫോം ആയിട്ട് എഴുതുന്നതാണ് കേട്ടോ. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ എഴുതിക്കോളൂ. ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക. ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ ഒരു ഇന്റർവെൽ ഉണ്ട്. എന്താണ്? 0 to L എന്നുള്ള ഡയറക്റ്റ് ഇന്റർവെല്ലാണ് നമുക്കിവിടെ ഉണ്ടാവുക. ഓക്കെ, ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് ആണെങ്കിലും ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ് ആണെങ്കിലും ക്വസ്റ്റ്യനിൽ തരുന്ന ഇന്റർവെൽ എങ്ങനെയായിരിക്കും? 0L എന്നുള്ള ഇന്റർവെൽ ആയിരിക്കും. അപ്പോൾ L നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം A മുതൽ B വരെയുള്ള A to B എന്നുള്ളൊരു ഇന്റർവെൽ ആണെങ്കിൽ L is equal to B minus A/2 എന്നുള്ളൊരു ഫോർമുലയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരുന്നത്. അപ്പം ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് ആണെങ്കിലും ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ് ആണെങ്കിലും നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? B minus A/2 ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി 0L എന്നുള്ള ഇന്റർവെല്ലാണ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അപ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് L എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ 0L എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക. സിഗ്മ n is equal to 1 to infinity bn sin n pi x divided by L. ഇതാണ് നമ്മുടെ ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസിന്റെ ഫോർമുല. ഓക്കെ, ഇത്രേ ഉള്ളൂ. സിഗ്മ n ഈക്വൽ ടു 1 to infinity bn sin n pi x by L. അപ്പോൾ അവിടുന്ന് bnന്റെ ഫോർമുല പഠിക്കണം. bn is equal to 2/L integral 0 to L f of x into cos n pi x divided by L dx. ഓക്കെ, ഇതാണ് ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസിന്റെ ഫോർമുല. കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ് ആണെങ്കിൽ ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ ദ ഇന്റർവെൽ 0L. 0L എന്നുള്ള ഇന്റർവെല്ലിൽ ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതെങ്ങനെയാണ് വരിക? ദാറ്റ്സ് ഈക്വൽ ടു A0/2 പ്ലസ് സിഗ്മ n is equal to 1 to infinity an cos n pi x divided by L. ഓക്കെ, ഇതാണ് ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻ ദ ഇന്റർവെൽ 0L എന്ന് പറയുന്നത്. ഇവിടെ A0 കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2/L integral 0 to L f of x dx. an കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2/L integral 0 to L f of x into cos n pi x divided by L dx. ഓക്കെ, ഇതാണ് നിങ്ങൾ ഹാഫ് റേഞ്ച് സീരീസിൽ പഠിക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഹാഫ് റേഞ്ച് കമ്പയർ ചെയ്ത് പഠിക്കാം. നമുക്ക് ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് ഓഫ് ദ ഫംഗ്ഷൻ f of x in the interval 0L എന്ന് പറയുന്നത് സിഗ്മ n equal to 1 to infinity
bn sin n pi x by l ആണ്. അവിടെ bn കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2/l ഇന്റഗ്രൽ 0 to l f of x into cos n pi x by l dx. ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ് ഓഫ് ദ ഫംഗ്ഷൻ f of x in the interval 0 l എന്ന് പറയുന്നത് a0/2 plus sigma n equal to 1 to infinity an cos n pi x by l. അവിടെ a0 കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2/l ഇന്റഗ്രൽ 0 to l f of x dx. an കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2/l ഇന്റഗ്രൽ 0 to l f of x into cos n pi x divided by l dx. ഓക്കെ, ഇതാണ് ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ്, ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസിന്റെ ഫോർമുലാസ്. ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ചോദ്യം: ഫൈൻഡ് ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ ആൻഡ് കൊസൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻ 0π എന്നുള്ള ഇന്റർവെല്ലിൽ ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസും വേണം, ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസും വേണം. ആരുടെ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിന്റെ. നോക്കാം, ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് എന്ന് പറഞ്ഞാൽ സിഗ്മ n is equal to 1 to infinity bn sin n pi x divided by l ആണ്. ഓക്കെ, നോക്കുക, നമുക്കറിയാം ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് ആണെങ്കിലും ഹാഫ് റേഞ്ച് ഫൊറിയർ കൊസൈൻ സീരീസ് ആണെങ്കിലും അത് ഏത് ഇന്റർവെല്ലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്കറിയാം. ഏത് ഇന്റർവെല്ലാണ്? 0l എന്നുള്ള ഒരു ഇന്റർവെല്ലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ശരിയല്ലേ? സോ ഇവിടെ അതുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ 0l താരതമ്യപ്പെടുത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? l is equal to പൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എല്ലിന് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ n is equal to 1 to infinity bn sin n pi x divided by പൈ. ഓക്കെ, നമുക്ക് പൈ കട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ n is equal to 1 to infinity bn sin nx. ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ. അതിൽ ബി എന്നിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ലേക്ക് ബി എൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബി എന്നിന്റെ ഫോർമുല എന്താണ്? ബി എൻ ഇസ് ഈക്വൽ ടു 2/l ഇന്റഗ്രൽ 0 to l f of x into sin n pi x divided by l dx. സോ 2/l ന് പൈ കൊടുക്കാം. 2/π ഇന്റഗ്രൽ 0 to പൈ f of x എന്ന് പറഞ്ഞാൽ x ആണ് ഇൻറ്റു സൈൻ n pi x ഡിവൈഡഡ് ബൈ l എന്ന് പറഞ്ഞാൽ പൈ ആണ് dx. ഇവിടെ നമുക്ക് പൈയും കട്ട് ചെയ്യാം. ബാക്കി എന്തുണ്ടാവും? 2/π ഇന്റഗ്രൽ 0 to പൈ x ഇൻറ്റു സൈൻ nx dx. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? ഇന്റഗ്രൽ യു വി. ഇന്റഗ്രൽ യു വി എന്ന് പറഞ്ഞാൽ uv1 മൈനസ് u'(v2) പ്ലസ് u'(v3). ആ റൂൾ അപ്ലൈ ചെയ്യുന്നു. നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. uv1 എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, മൈനസ് u'(x)ന്റെ ഡെറിവേറ്റീവ് 1 v2 മൈനസ് കോസ് എൻ എക്സ് ബൈ എന്നിന്റെ ഇന്റഗ്രൽ മൈനസ് മാറ്റി നിർത്തി കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ ഒരു എന്നും കൂടെ വരുമ്പോൾ n² ആവും പ്ലസ് u'(1ന്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് ഞാൻ കൊടുക്കുന്നില്ല ഓവർ ദ ലിമിറ്റ് 0 to പൈ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ 2 മൈനസ് ഉണ്ട്, അത് ഞാൻ എന്താക്കുന്നു? പ്ലസ് ആക്കുന്നു. സൈൻ n പൈ 0 ആണ്, സൈൻ 0യും 0 ആണ്. അപ്പോൾ ലോവർ ലിമിറ്റിലും അപ്പർ ലിമിറ്റിലും ഈ ടേം പോയി കിട്ടും. ഇവിടെ അപ്പർ ലിമിറ്റ് ഉണ്ടാവും, പൈ ഇൻറ്റു കോസ് n പൈ മൈനസ് 1/n സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ലോവർ ലിമിറ്റിൽ 0 ഇൻറ്റു എന്ന് പറഞ്ഞ് തുടങ്ങുന്നതുകൊണ്ട് 0 ആവും. അപ്പം അപ്പർ ലിമിറ്റ് പൈ മാത്രം നമ്മൾ ആക്ച്വലി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ദിസ് ഈസ് ഈക്വൽ ടു 2/π പൈ ഇൻറ്റു മൈനസ് കോസ് n പൈ ഡിവൈഡഡ് ബൈ n എന്ന് വരും. ഓക്കെ, നമുക്കറിയാം കോസ് n പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 1/n ആണ്. ഇവിടെ നമുക്കൊരു പൈയും കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് n പൈ എന്താണോ? കോസ് n പൈ എന്ന് പറഞ്ഞാൽ മൈനസ് 1/n ആണെന്ന് നമുക്കറിയാം. സൈൻ n പൈ 0 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ കോസ് n പൈക്ക് നമ്മൾ വാല്യൂ കൊടുക്കുന്നു. 2 ഇൻറ്റു എന്ത് വരും? 2 ഇൻറ്റു മൈനസ് ഓഫ് മൈനസ് 1/n ഡിവൈഡഡ് ബൈ n.
മൈനസ് ഓഫ് -1 റൈസ് ടു എന്നിനെ വേണമെങ്കിൽ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. മൈനസ് ഓഫ് -1 റൈസ് ടു n എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ഒന്ന് -1 എന്നിടാം, ഇൻറ്റു -1 റൈസ് ടു n. ഓക്കെ, -1നെ -1 റൈസ് ടു 1 എന്ന് വേണമെങ്കിലും എഴുതാം. a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n. a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n എന്താണ്? a റൈസ് ടു m പ്ലസ് n. അപ്പോൾ -1 റൈസ് ടു n പ്ലസ് 1 എന്ന് എഴുതാം. ശരിയല്ലേ? സോ ഇതെന്താ വരിക? അപ്പം 2 ഇൻറ്റു മൈനസ് ഓഫ് -1 റൈസ് ടു എന്നിനെ -1 റൈസ് ടു n പ്ലസ് 1 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ n. സോ ഇതാണ് എന്ത് വരിക? നമ്മുടെ bn വരിക. ദിസ് ഈസ് അവർ bn. ഈ bnന്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? ഫോറിയർ സൈൻ സീരീസ് റെപ്രസെൻറ്റേഷൻ ആയി. സോ ഞാൻ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. നിങ്ങളത് നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് എടുത്തെഴുതേണ്ടത്. ഞാൻ ഇവിടെ തന്നെ സ്പേസ് ഉള്ളതുകൊണ്ട് അങ്ങ് എഴുതാണ് കേട്ടോ. bnന് പകരം 2 ഇൻറ്റു -1 റൈസ് ടു n പ്ലസ് 1 ബൈ n. 2 ഇൻറ്റു -1 റൈസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു സൈൻ nx. സോ ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഫോറിയർ സൈൻ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ f of x ഈക്വൽ ടു x. അപ്പം ക്വസ്റ്റ്യൻ്റെ പകുതി ആൻസറേ ആയിട്ടുള്ളൂ. ഫോറിയർ സൈൻ സീരീസും ചോദിക്കുന്നുണ്ട്, കൊസൈൻ സീരീസും ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത നമുക്ക് എന്ത് നോക്കാം? കൊസൈൻ സീരീസ് നോക്കാം. ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമുക്ക് ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസ് നോക്കാം. ഓക്കെ, സോ ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസ് ഓഫ് f of x is equal to a0 by 2 plus sigma n is equal to 1 to infinity an cos n pi x divided by l. ഇതാണ് ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസ്. ഇവിടെ എല്ലിൻ്റെ വാല്യൂ പൈ ആണെന്ന് നമുക്കറിയാം. സോ a0 by 2 പ്ലസ് സിഗ്മ n is equal to 1 to infinity an cos, നോക്കണേ, n pi x by പൈ, പൈയും പൈയും കട്ടായാൽ nx എന്ന് വരും. സോ ഇതാണ് ഇക്വേഷൻ നമ്പർ 1. a0 by 2 പ്ലസ് സിഗ്മ n equal to 1 to infinity an cos nx. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് a0 കണ്ടുപിടിക്കാം. a0 is equal to 2 by l integral 0 to l f of x dx. ഫോർമുല എല്ലാം നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ തന്നെയാണ്. സോ 2 by പൈ integral 0 to പൈ f of x. f of x ആരാണ്? x ആണ്, dx. സോ 2 by പൈ ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? x സ്ക്വയർ ബൈ 2 ഓവർ ദ ലിമിറ്റ് 0 മുതൽ പൈ വരെ. സോ 2 by പൈ ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുക പൈ സ്ക്വയർ ബൈ 2. ലോവർ ലിമിറ്റ് കൊടുക്കണമെന്നില്ല, 0 ആയതുകൊണ്ട്. സോ ഇവിടെ നമുക്ക് പൈയും സ്ക്വയറും തമ്മിൽ കട്ട് ചെയ്യാം, ഒരു 2ഉം 2ഉം തമ്മിൽ കട്ട് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി പൈ. നമുക്ക് എന്ത് കിട്ടി? പൈ കിട്ടി. a0ന്റെ വാല്യൂ എത്രയാണ്? പൈ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് an കണ്ടുപിടിക്കാം. an ഇസ് ഈക്വൽ ടു 2 by l integral 0 to l f of x into cos n pi x divided by l dx. So this is equal to 2 by pi integral 0 to pi f of x എന്ന് പറഞ്ഞാൽ x into cos n pi x by pi എന്ന് വരും. എല്ലിൻ്റെ പ്ലേസിൽ പൈ കൊടുത്താൽ പൈയും പൈയും കട്ടായാൽ cos nx വരും, dx. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 2 by pi into integral uv1 x into cos nx ന്റെ integral sin nx divided by n minus u dash x ന്റെ ഡെറിവേറ്റീവ് 1 v2 sin nx ന്റെ integral minus cos nx divided by ഒരു n കൂടെ വരുമ്പോൾ n സ്ക്വയർ ആവും, പ്ലസ് u ഡബിൾ ഡാഷ് 1 ന്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് കൊടുക്കണ്ട, ഓവർ ദ ലിമിറ്റ് 0 മുതൽ പൈ വരെ. ഇവിടെ 2 മൈനസുകളുണ്ട്, അത് ചേർത്ത് ഞാൻ പ്ലസ് ആക്കി. ഓക്കെ, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ നോക്കുക, സൈൻ n പൈ 0 ആവും, ഇവിടെ ലോവർ ലിമിറ്റ് സൈൻ 0 0 ആവും. അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി 0 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 by പൈ ഇൻറ്റു, ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്താൽ എന്താണ് വരിക? കോസ് n പൈ 1 ഇൻറ്റു കോസ് n പൈ എന്ന് വരും അല്ലേ? കോസ് n പൈ ഡിവൈഡഡ് ബൈ n സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ കോസ് 0 1 ആണ്, ഡിവൈഡഡ് ബൈ n സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കറിയാം കോസ് n പൈ എന്ന് പറഞ്ഞാൽ -1 റേസ് ടു n ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു
2/π ഇൻറ്റു -1/n -1/n². ശരിയല്ലേ? ഡിനോമിനേറ്റർ സെയിം ആണ്, n². ന്യൂമറേറ്ററിൽ -1/n -1. ഓക്കെ, സോ ഇതാണ് എന്ത് കിട്ടുക നമുക്ക്, നമ്മുടെ an-ന്റെ വാല്യൂ കിട്ടുക. സോ ഈ a0-ഉം an-ഉം കൂടെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1-ലേക്ക് എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്താ വരിക നോക്കിക്കേ, ഇക്വേഷൻ നമ്പർ 1-ലേക്ക് കൊടുത്തേ. f(x) is equal to a0/2 എന്ന് പറഞ്ഞാൽ a0-ന്റെ വാല്യൂ പൈ ആണ്, π/2 പ്ലസ് സിഗ്മ n is equal to 1 to infinity an cos nx. an-ന്റെ വാല്യൂ അതുകൊണ്ട് 2/π ഇൻറ്റു -1/n -1/n² cos nx. So this is the required Fourier cosine series representation of f(x) equal to x in the interval 0π. 0π എന്നുള്ള ഇന്റർവെല്ലിൽ Fourier cosine series representation ആണ് ഇത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം, ഫൈൻഡ് Fourier cosine series of f(x) equal to x into π minus x in 0 less than x less than π. ഓക്കെ, ഇവിടെ ലിമിറ്റ് കാണുമ്പോൾ തന്നെ അറിയാം 0 മുതൽ π വരെയാണ്. സ്റ്റാൻഡേർഡ് ലിമിറ്റ് 0 മുതൽ L വരെയാണ്. കൊസൈൻ Fourier കൊസൈനോ അല്ലെങ്കിൽ Fourier സൈനോ ആണെങ്കിൽ ഇവിടെ നിന്ന് L is equal to π കിട്ടും നമുക്ക്. ഓക്കെ, അത് ആദ്യമേ ഒന്ന് എഴുതി വെക്കുക. നോക്കുക, Fourier cosine സീരീസ് ആണ് ഇത്. പ്രീവിയസ് ചോദിച്ച ചോദ്യമാണ് കേട്ടോ, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. വൺ ഓഫ് ദ റിപ്പീറ്റഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. നോക്കിക്കോളൂ, ഫൈൻ Fourier cosine സീരീസ് റെപ്രസെൻറ്റേഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഫോർമുല എഴുതി വയ്ക്കുക. Fourier cosine സീരീസ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഹാഫ് റേഞ്ച് Fourier cosine സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കുക, f(x) is equal to എന്താണ് വരിക, a0/2 പ്ലസ് സിഗ്മ n is equal to 1 to infinity an cos nπx divided by L. ഓക്കെ, അവിടെ L വാല്യൂ പൈ ആണ്, അതും കൂടെ കൊടുത്തിട്ടൊന്ന് എഴുതിക്കോളൂ. a0/2 പ്ലസ് സിഗ്മ n is equal to 1 to infinity an cos nπx by പൈ എന്ന് വരും. ഇപ്പോൾ പൈ കട്ടായാൽ cos nx എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. f(x) equal to a0/2 plus sigma n equal to 1 to infinity an cos nx. നോക്കുക, സോ നമ്മൾ a0 കണ്ടുപിടിക്കുന്നു. a0-ന്റെ ഫോർമുല എന്താണ്? a0 is equal to 2/L integral 0 to L f(x) dx is equal to 2/π integral 0 to π f(x). L വാല്യൂ പൈ ആണല്ലോ. f(x) എന്ന് പറയുന്നത് x into π minus x dx. ആദ്യമേ എന്ത് ചെയ്യുക, ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π πx മൈനസ് x² dx എന്ന് വരും അല്ലേ. എക്സ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ πx മൈനസ് x². ശരിയാണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു π ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 മൈനസ് x²ൻ്റെ ഇൻ്റഗ്രൽ x³/3 ഓവർ ദ ലിമിറ്റ് 0 മുതൽ π വരെ. യെസ്, ഇനി ലിമിറ്റ് കൊടുത്തോളൂ. അപ്പർ ലിമിറ്റ് കൊടുക്കുക. 2/π ഇൻറ്റു π ഇൻറ്റു എക്സിന് π കൊടുത്താൽ π²/2 മൈനസ് എക്സിന് π കൊടുത്താൽ π³/3. ഓക്കെ, ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് കൊടുക്കണമെന്നില്ല, കാരണം ഇവിടെയും 0 ആവും. ശരിയാണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു π ഇൻറ്റു π² എന്നുള്ളത് π³ വരും, /2 മൈനസ് π³/3. π³ ഇങ്ങോട്ട് പുറത്തെടുക്കാം. 2π³ π ഇൻറ്റു 1/2 മൈനസ് 1/3 എന്ന് വരും. ശരിയല്ലേ? ഇവിടെ ന്യൂമറേറ്ററിൽ π³ ഉണ്ട്, ഇവിടെയും π³ ഉണ്ട്. അതിങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്തു. ഓക്കെ ആണല്ലോ? ഇവിടെ ഒരു പൈയും ക്യൂബും വെട്ടിയാൽ π² ആവും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2π² ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യുന്നു, ക്രോസ് ചെയ്യുന്നു, 3 മൈനസ് 2 ഡിവൈഡഡ് ബൈ 6 മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ നമുക്കൊരു 2ഉം 6ഉം തമ്മിൽ കട്ട് ചെയ്താൽ 3 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 മൈനസ് 2 1 ആണ്. 1 ഇൻറ്റു π² എന്ന് പറഞ്ഞാൽ π² ഡിവൈഡഡ് ബൈ 3. സോ ഇതാണ് എന്ത് വരിക, a0 വരിക. a0 എന്ന് പറഞ്ഞാൽ π²/3.
സോ നെക്സ്റ്റ് ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ എൻ കണ്ടുപിടിക്കണം. എ എന്നിൻ്റെ പരിപാടി നോക്കാം. സോ എ നോട്ടിൻ്റെ വാല്യൂ π²/3 കിട്ടി നമുക്ക്. നെക്സ്റ്റ് എ എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതുക. എ എന്നിൻ്റെ ഇക്വേഷൻ എന്താണ്? 2/L ഇന്റഗ്രൽ 0 to L f of x into cos n pi x divided by L. L വാല്യൂ പൈ ആണ്. ഓക്കെ, dx. പൈ കട്ട് ചെയ്താൽ 2/π ഇന്റഗ്രൽ 0 to π f of x എന്ന് പറയുന്നത് എന്താണ്? x ഇൻറ്റു പൈ മൈനസ് എക്സ് ആണ് ഇൻറ്റു cos nx dx. ഓക്കെ ആണല്ലോ മക്കളെ? സോ എന്ത് ചെയ്യാം നമുക്ക്? ആദ്യമേ ഈ എക്സ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 2/π ഇന്റഗ്രൽ 0 to πx മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു cos nx dx. ഓക്കെ, അപ്പോൾ ഇത് πx മൈനസ് എക്സ് സ്ക്വയറിനെ നമ്മൾ യു ആയിട്ട് സങ്കല്പിക്കുന്നു, cos nxനെ നമ്മൾ വി ആയിട്ട് സങ്കല്പിക്കുന്നു. എന്നിട്ട് ഇന്റഗ്രൽ യു വി 1 മൈനസ് യു ഡാഷ് വി 2 പ്ലസ് യു ഡബിൾ ഡാഷ് വി 3 നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ 2/π ഇൻറ്റു യു വി 1 πx മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു നോക്കണേ 2/π ഇൻറ്റു πx മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വി 1 cos nxന്റെ ഇന്റഗ്രൽ sin nx ഡിവൈഡഡ് ബൈ n മൈനസ് യു ഡാഷ് πx മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്, πxന്റെ ഡെറിവേറ്റീവ് പൈ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, v2 sin nx ബൈ എന്നിന്റെ ഇന്റഗ്രൽ മൈനസ് cos nx ഡിവൈഡഡ് ബൈ ഒരു എന്നും കൂടെ വരുമ്പോൾ n സ്ക്വയർ ആവും. ഓക്കെ, യു വി 1 മൈനസ് യു ഡാഷ് വി 2 പ്ലസ് യു ഡബിൾ ഡാഷ് പൈ മൈനസ് 2xന്റെ ഡെറിവേറ്റീവ്, അതിനകത്ത് പൈയുടെ ഡെറിവേറ്റീവ് 0 ആവും, മൈനസ് 2 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 വരും. പൈ മൈനസ് 2xന്റെ ഡെറിവേറ്റീവ് -2 ഇൻറ്റു യു വി 1 മൈനസ് യു ഡാഷ് വി 2 പ്ലസ് യു ഡബിൾ ഡാഷ് വി 3 മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയറിന്റെ ഇന്റഗ്രൽ, മൈനസ് മാറ്റി നിർത്തി കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ ഒരു എന്നും കൂടെ വരുമ്പോൾ എൻ ക്യൂബ് ആവും. ഓക്കെ, ഇനി അടുത്ത ടേം എന്താണ്? യു ട്രിപ്പിൾ ഡാഷ് യു വി 1 മൈനസ് യു ഡാഷ് വി 2 പ്ലസ് യു ഡബിൾ ഡാഷ് വി 3 മൈനസ് യു ട്രിപ്പിൾ ഡാഷ് മൈനസ് 2ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. പിന്നെ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഓവർ ദ ലിമിറ്റ് 0 മുതൽ π വരെ. ക്ലിയർ ആണല്ലോ മക്കളെ? ഇത് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, ഇവിടെ മിസ്റ്റേക്ക് ആവരുത്. നോക്കിയോളൂ, ഞാൻ ഒരു റീഅറേഞ്ച്മെന്റ് ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ആ രണ്ട് മൈനസ് എന്തായി? പ്ലസ് ആയി. ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് പ്ലസ് ആയി ക്യാൻസൽ ആയി. ഓക്കെ, പ്ലസ് ആയി, പ്ലസ് തന്നെയാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നോക്കിക്കേ, ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ. അപ്പർ ലിമിറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം നമുക്ക്. എക്സിന് നമ്മൾ കൊടുക്കുന്നത് π ആണ്. നോക്കുക, എക്സിന് π കൊടുത്താൽ ഇവിടെ ഈ എക്സ് കാണുന്ന സ്ഥലത്തോട്ട് π വരും. ഓക്കെ, π ഇൻറ്റു π സ്ക്വയർ മൈനസ് π സ്ക്വയർ 0 ആവും. അപ്പർ ലിമിറ്റിൽ ഇത് 0 ആണ്. ലോവർ ലിമിറ്റിൽ ഇവിടെ സൈൻ എൻ π സൈൻ 0 ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റിലും ലോവർ ലിമിറ്റിലും ഈ ടേം 0 ആണ്. അപ്പോൾ അത് പോയി. ഇനി നോക്കുക, ഈ ഒരു ടേം നോക്കുക, ഇവിടെ സൈൻ എൻ π 0 ആണ്, സൈൻ 0യും 0 ആണ്. അപ്പോൾ ഈ ടേമും നോക്കണ്ട, അപ്പർ ലിമിറ്റിലും ലോവർ ലിമിറ്റിലും ഇത് 0 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു ടേമിൽ മാത്രം നമുക്ക് ആൻസർ വരുന്നുള്ളൂ. നോക്കിയോളൂ, എന്താണ് വരിക? 2/π ഇൻറ്റു ഇവിടെ നമ്മൾ എക്സിന് π ആണ് കൊടുക്കുന്നത്, π മൈനസ് 2π അല്ലെ, π മൈനസ് 2 ഇൻറ്റു എക്സിന് പകരം π കൊടുത്തു, ഇൻറ്റു കോസ് എൻ π ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. മൈനസ് ലോവർ ലിമിറ്റ് π മൈനസ് 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ π ആണ്. കോസ് എൻ ഇൻറ്റു 0 കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. ലോവർ ലിമിറ്റും കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കറിയാം കോസ് എൻ π എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എൻ π എന്ന് പറഞ്ഞാൽ -1 റേസ് ടു n ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കോസ് എൻ പൈയുടെ സ്ഥാനത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2/π ഇൻറ്റു പൈയിൽ നിന്ന് 2π കുറച്ചാൽ -π വരും. കോസ് എൻ π എന്ന് പറഞ്ഞാൽ -1 റേസ് ടു n വരും, ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ ഉണ്ട്,
മൈനസ് പൈ ഇൻറ്റു 1/n² എന്ന് പറഞ്ഞാൽ പൈ ഡിവൈഡഡ് ബൈ n². ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ നോക്കുക, ഈ രണ്ട് ടേമിൽ ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ ഒരു പൈ ഉണ്ട്. അത് ഇങ്ങോട്ട് ഔട്ട്സൈഡ് എടുക്കാം. ആദ്യത്തെ ആ രണ്ട് ടേംസിൽ നിന്നും നമുക്ക് എന്ത് പുറത്തെടുക്കാം? പൈ ഇങ്ങോട്ട് ഔട്ട്സൈഡ് എടുത്താൽ എന്താണ് വരിക എന്നുള്ളത് പറഞ്ഞേ. 2/π ഇൻറ്റു നോക്കണേ, ദിസ് ഈസ് ഈക്വൽ ടു 2/π ഇൻറ്റു പൈ ഇങ്ങോട്ട് പുറത്തു വന്നു. പൈ പുറത്തു വന്നാൽ ബാക്കി ഒരു -1 ഉണ്ട്, ഇൻറ്റു -1/n ഉണ്ട്. ഓക്കെ, മൈനസ് ഇവിടുന്ന് പൈ ഇങ്ങോട്ട് പുറത്തു വന്നാൽ 1 വരും, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സെയിം ആണ്, ഒറ്റ ഫ്രാക്ഷൻ ആക്കാം, ബൈ n². ഓക്കെ, സോ ഇവിടെ നമുക്ക് പൈയും പൈയും കട്ട് ചെയ്യാം. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. -1 ഇൻറ്റു -1/n, -1ന് -1/1 എന്ന് എഴുതാം. a/m ഇൻറ്റു a/n, a/m+n. അപ്പോൾ -1/n+1 എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു -1/n+1 -1 ഡിവൈഡഡ് ബൈ n². ശരിയാണല്ലോ. 2 ഇൻറ്റു -1/n+1 -1 ഡിവൈഡഡ് ബൈ n². സോ ഇതാണ് എന്ത് കിട്ടിയത് നമുക്ക്? an-ന്റെ വാല്യൂ കിട്ടിയത്. ശരിയല്ലേ? ദിസ് ഈസ് അവർ an. ഓക്കെ ആണല്ലോ. സോ നമ്മുടെ റിക്വയർഡ് ഫോറിയർ കൊസൈൻ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ f(x) എന്ന് പറയുന്നത് എന്തായിരുന്നു? f(x) നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. a0/2 പ്ലസ് സിഗ്മ n = 1 to infinity an cos nx. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇതിലേക്ക് നമ്മൾ വാല്യൂസ് കൊടുക്കുക. a0ന് പകരം π²/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. π²/3 ഹോൾ ബൈ 2 പ്ലസ് സിഗ്മ n = 1 to infinity. an-ന് പകരം നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 2 ഇൻറ്റു -1/n+1 -1 ബൈ n². അത്രയും cos nx. ഓക്കെ, π²/3/2 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? a/b/c ഇങ്ങനെ വരികയാണെങ്കിൽ a ഡിവൈഡഡ് ബൈ b ഇൻറ്റു c എന്ന് എഴുതാം എന്നും പഠിച്ചിട്ടുണ്ട്. π²/3/2 എന്ന് പറഞ്ഞാൽ π² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 π²/6 വരും. ശരിയല്ലേ? സോ π²/6 π² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 6 പ്ലസ് സിഗ്മ n = 1 to infinity. വേണമെന്നുണ്ടെങ്കിൽ 2 ഒക്കെ നമുക്ക് ഔട്ട്സൈഡ് ഇടാം കേട്ടോ. 2 അവിടെ തന്നെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. 2 ഇൻറ്റു -1/n+1 -1 ബൈ n² cos nx. This is the required Fourier cosine series representation of the given function. ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. നമുക്ക് വളരെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്തത് നോക്കാം. യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രീവിയസ് വന്നൊരു ചോദ്യമാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇത് ഫോറിയർ സൈൻ സീരീസ് കൊസൈൻ സീരീസ് അല്ല, നോർമൽ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ആണ്. ഫൈൻ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് f(x) = e⁻x in -l to l. റിപ്പീറ്റഡ് ആയിട്ട് 2-3 പ്രാവശ്യമൊക്കെ ഈ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിക്ക് വന്നിട്ടുണ്ട്. കുറച്ച് ചെയ്യാനുണ്ട്, കുറച്ച് ശ്രദ്ധയോടുകൂടി നമ്മളിത് ചെയ്തെടുക്കണം. ഓക്കെ, എന്തായാലും ചെയ്ത് പഠിക്കണം കേട്ടോ. കാരണം ഇത് essay ടൈപ്പാണ്. ഇത് എന്താണ്, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ഇന്നേ കേസ് അറിയത്തുമില്ലെങ്കിൽ നമ്മുടെ മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഒറ്റയടിക്കൊരു നല്ല മാർക്ക് കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഫോറിയർ സീരീസിൻ്റെ പ്രത്യേകത എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ സ്കോറിങ് കിട്ടുകയും ചെയ്യും. കിട്ടുകയാണെങ്കിൽ നല്ലൊരു സ്കോർ, പോവുകയാണെങ്കിൽ നല്ലൊരു സ്കോർ പോവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നന്നായിട്ട് ചെയ്ത് പഠിക്കണം എല്ലാവരും. നോക്കുക, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഫോറിയർ സൈൻ സീരീസ് റെപ്രസെൻറ്റേഷനും ഫോറിയർ കൊസൈൻ സീരീസ് റെപ്രസെൻറ്റേഷനുമാണ് ഓവർ ദ ലിമിറ്റ് 0 l അല്ലെ. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ കിട്ടിയാലും നമുക്ക് ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ആയിരിക്കും ചോദിക്കുക. ഫോറിയർ സൈൻ സീരീസിൽ എഴുതാൻ പറ്റും, ഫോറിയർ കൊസൈൻ സീരീസിൽ എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും സിമിലർ റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. പക്ഷേ ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ്റെ കേസ് ആണെങ്കിൽ ഇപ്പോൾ എന്താണ്, അതിന് ഇപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് ഫോറിയർ സൈൻ സീരീസ് റെപ്രസെൻറ്റേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ.
ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ കൊസൈൻ സീരീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് -a to a എന്നുള്ള ലിമിറ്റിലാണ് വരിക. ഓക്കെ, ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് -a to a എന്നുള്ള ലിമിറ്റിലാണ്. പക്ഷേ നോർമലി ഒരു ഫംഗ്ഷന് ഈ രണ്ട് റെപ്രസെൻറ്റേഷനും ഉണ്ടാവും 0 to l എന്നുള്ള ലിമിറ്റിൽ. അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. -a to a യിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അത് കൺഫ്യൂസ് ആവരുത് കേട്ടോ. ഇത് നിങ്ങൾ നോക്കിക്കോളൂ. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ്റെ ചോദ്യമാണ്. ഫൈൻ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് e⁻x in -l to l. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ഫോർമുല എഴുതി വെക്കുക എന്നുള്ളതാണ്. ഫോർമുലയുടെ മാർക്ക് ഇങ്ങനെ പോരും നൈസായിട്ട്. എന്താണ്? f(x) is equal to a0/2 plus sigma n is equal to 1 to infinity an cos n pi x divided by l plus sigma n is equal to 1 to infinity bn sin n pi x divided by l. ഓക്കെ, സോ ആദ്യമേ എൽ കണ്ടുപിടിച്ചോളൂ. എൽ എന്ന് പറയുന്നത് എന്താണ്? ഇത് a to b എന്നുള്ള ഒരു ലിമിറ്റാണ്. എൽ എന്ന് പറയുന്നത് b-a/2. ഈ ഇൻ്റർവെല്ലിൽ ബി എയും കൊടുക്കുക. l -l/2 l പ്ലസ് l/2 2l ഡിവൈഡഡ് ബൈ 2. ആൻസർ എന്ത് വരും? l വരും. ഓക്കെ, സോ അത് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് ഫോർമുല റീറൈറ്റ് ചെയ്യുക. f(x) is equal to a0/2 plus sigma n is equal to 1 to infinity an cos n pi x divided by ക്യാപിറ്റൽ L റീപ്ലേസ് ചെയ്തുകൊണ്ട് സ്മോൾ l കൊടുത്താൽ മതി. ഓക്കെ, പ്ലസ് സിഗ്മ n is equal to 1 to infinity bn sin n pi x divided by l. ഇക്വേഷൻ നമ്പർ 1. നമ്മൾ a-നും b-നും ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിലേക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി a-നും b-നും ഒന്ന് ഫോർമുല എഴുതാം നമുക്ക്. an is equal to എന്താണ് ഫോർമുല? an is equal to 1/l integral alpha to alpha plus 2l f(x) into cos n pi x divided by l dx. ഓക്കെ, bn-ന്റെ ഫോർമുല എന്താണ്? 1/l integral alpha to alpha plus 2l f(x) into sin n pi x divided by l dx. ഓക്കെ, സോ ഇവിടെ നമ്മൾ എല്ലിൻ്റെ വാല്യൂ കൊടുത്തിട്ട് എഴുതാം നമുക്ക്. ഈക്വൽ ടു 1 ക്യാപിറ്റൽ എല്ലിന് പകരം സ്മോൾ എൽ കൊടുക്കുക. തന്നിട്ടുള്ള ലിമിറ്റ് -l മുതൽ l വരെയാണ്. f(x) എന്ന് പറയുന്നത് എന്താണ്? e⁻x into cos n pi x divided by ക്യാപിറ്റൽ എല്ലിന് പകരം സ്മോൾ എൽ കൊടുക്കുക dx. സോ ഇവിടെ എന്താണ് വരിക? 1/l into integral -l to l f(x) എന്ന് പറയുന്നത് e⁻x into sin n pi x divided by l dx. അപ്പോൾ ഇത്രയും ഫോർമുലാസ് ഒക്കെ ആദ്യമേ തന്നെ എഴുതി വെക്കുക. അപ്പോൾ അതിൻ്റെ മാർക്കിംഗ് കിട്ടും. ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ, സോ ഇതിനൊരു ഫോർമുല ഉണ്ട്, ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ e⁻−ax into cos bx എന്ന് പറഞ്ഞ ഫോർമുല ഉണ്ട്. e⁻ax into sin bx ഫോർമുല ഉണ്ട്. ആ രണ്ട് ഫോർമുല നമ്മൾ നേരത്തെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഭാഗമായിട്ടും ഫൊറിയർ സീരീസിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിവേ ആ ഫോർമുല ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, ആ ഫോർമുല പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ a0ൻ്റെ വാല്യൂ നമ്മൾ എഴുതിയില്ലായിരുന്നു. a-നും b-നും എഴുതി നമ്മൾ. ആദ്യമേ a0 ആയിരുന്നു എഴുതേണ്ടത്. a0 നിങ്ങൾക്കറിയാലോ, ഫോർമുല നമ്മൾ പഠിച്ചതാണ്. a0ൻ്റെ ഫോർമുല എന്തായിരുന്നു? 1/l integral alpha to alpha plus 2l f(x) dx. ഇതാണ് നമ്മുടെ a0ൻ്റെ ഫോർമുല. ഓക്കെ, ഇനി നമുക്ക് a0 ഒക്കെ കണ്ടുപിടിച്ച് വെച്ചേക്കാം. അപ്പോൾ അത്രയും ജോലി നമുക്ക് ഒഴിഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് a-ൻ്റെയും b-ൻ്റെയും ഈ ഇൻ്റഗ്രൽ ഫോർമുല ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഇത് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, a0 കണ്ടുപിടിച്ചോളൂ. a0 എന്ന് പറയുന്നത് 1/ക്യാപിറ്റൽ L എന്നുള്ളത് സ്മോൾ l ആവും. ഇൻ്റഗ്രൽ -l to l ആവും. f(x) e⁻x ആണ്. ഓക്കെ ആണല്ലോ? dx നോക്കിയേ. സോ 1/l e⁻−x ഇൻ്റഗ്രൽ e⁻−x by -1 ഓവർ ദ ലിമിറ്റ് -l മുതൽ l വരെ. ക്ലിയർ ആണല്ലോ മക്കളെ? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് നിങ്ങൾ ഡൗട്ട്സ് എടുത്തോളൂ.
മൈനസ് 1/L എന്നാക്കാം. ഇ റൈസ് ടു മൈനസ് എക്സിൽ നമുക്ക് മൈനസ് L to L ലിമിറ്റ് കൊടുക്കാം. ഓക്കെ, സോ മൈനസ് 1/L ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താൽ ഇ റൈസ് ടു മൈനസ് L എക്സിനെ റീപ്ലേസ് ചെയ്ത് L കൊടുത്തു. മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ഇ റൈസ് ടു മൈനസ് ഓഫ് എക്സിനെ റീപ്ലേസ് ചെയ്ത് മൈനസ് L കൊടുക്കണം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1/L ഇൻറ്റു ഇ റൈസ് ടു മൈനസ് L മൈനസ് ഇ റൈസ് ടു മൈനസ് ഓഫ് മൈനസ് L എന്നുള്ളത് പ്ലസ് L വരും. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, ഈ മൈനസ് നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാം. മൈനസ് ഉള്ളിലേക്ക് കൊടുത്താൽ ഈ ടേം നെഗറ്റീവ് ആവും, ഈ ടേം പോസിറ്റീവ് ആവും. ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, രണ്ട് മൈനസുകൾ ചേർന്ന് പ്ലസ് ആവും. അതായത് ഇ റൈസ് ടു L മൈനസ് ഇ റൈസ് ടു മൈനസ് L എന്ന് വരും. ശരിയല്ലേ? 1/L ഇൻറ്റു ഇ റൈസ് ടു L മൈനസ് ഇ റൈസ് ടു മൈനസ് L. ഇനി നമ്മൾ നോക്കുക, ഇതിനെ ഞാൻ ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തതാണ്. അതായത് ഇതിനെ 2/L ഇൻറ്റു ഇ റൈസ് ടു L മൈനസ് ഇ റൈസ് ടു മൈനസ് L ബൈ 2 എന്ന് എഴുതാണ്. ഇനി നിങ്ങൾ നോക്കിയേ, ഈ 2ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെയാണ് നമുക്ക് കിട്ടുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത്? ഇയാളൊരു ഡയറക്റ്റ് റിസൾട്ടാണ്. ഇ റൈസ് ടു L മൈനസ് ഇ റൈസ് ടു മൈനസ് L ബൈ 2 ഹൈപ്പർബോളിക് സൈൻ അല്ലെ? ഹൈപ്പർബോളിക് സൈൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ HX. സൈൻ HX എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 2 ആണ്. ശരിയാണല്ലോ? കോസ് HX എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 2 ആണ്. ഇതാണ് ഹൈപ്പർബോളിക് സൈൻ ആൻഡ് കൊസൈൻ, അറിയുന്ന കാര്യമാണ്. സോ ഇ റൈസ് ടു L മൈനസ് ഇ റൈസ് ടു മൈനസ് L ബൈ 2 എന്നുള്ളത് എന്ത് വരും? ഹൈപ്പർബോളിക് സൈൻ ആണ് അല്ലെ? സൈൻ HL എന്ന് വരും, സൈൻ HL എന്ന് വരും. ഓക്കെ, സോ 2/L ഇൻറ്റു സൈൻ HL എന്നതാണ് നമ്മുടെ എ നോട്ടിന്റെ വാല്യൂ. എ നോട്ട് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്നാണ് 2/L ഇൻറ്റു സൈൻ HL. ഓക്കെ, ഇനി നമുക്ക് എ എന്നും ബി എന്നും കണ്ടുപിടിക്കാനായിട്ട് രണ്ട് ഇന്റഗ്രൽ ഫോർമുലാസ് പഠിക്കണം. അത് പഠിച്ചുകൊണ്ട് നമുക്ക് എ എൻ ആദ്യം ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എ നോട്ട് കിട്ടി. 2/L സൈൻ HL ആണ് എ നോട്ട്. ഇനി എ എൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, എ എന്നും ബി എന്നും ഒക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഫോർമുലാസ് ആണിത്. ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തോളൂ. എന്താണ്? ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് കോസ് ബി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ഫോർമുലാസ് തന്നെയാണ് കേട്ടോ. സോ ഇതിപ്പം പാർട്സ് വെച്ച് ചെയ്താൽ ഇത് കിട്ടും. നമുക്ക് ഡയറക്റ്റ് ഫോർമുല പഠിച്ചാൽ മതി, അത്രയും സമയം നമുക്ക് ലാഭിക്കാം. നോക്കുക, അപ്പം ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എ വാല്യൂ എന്താണ്? എ വാല്യൂ -1 ആണ്. കോസ് ബി എക്സ്, ബി വാല്യൂ n/L ആണ് അല്ലെ? ബി വാല്യൂ എന്താണ്? n/L ആണ്. ശരിയാണല്ലോ? എക്സിന്റെ കോയിഫിഷ്യന്റ്. സോ ഇത് റിസൾട്ട് അപ്ലൈ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/L ഇൻറ്റു ഇ റൈസ് ടു എ എക്സ്. ഇ റൈസ് ടു എ വാല്യൂ -1 ആണ്, അപ്പോൾ -x ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ -1ന്റെ സ്ക്വയർ 1, ബി സ്ക്വയർ n/Lന്റെ സ്ക്വയർ n സ്ക്വയർ പൈ സ്ക്വയർ ബൈ L സ്ക്വയർ. എല്ലാവർക്കും സ്ക്വയർ കൊടുത്തു. ഇൻറ്റു എ കോസ് ബി എക്സ്. എ എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ മൈനസ് കോസ് ബി എന്ന് പറഞ്ഞാൽ n/L എക്സ്. ഓക്കെ, എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ബി എന്ന് പറയുന്നത് n/L, സൈൻ ബി എന്ന് പറയുന്നത് n/L എക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓവർ ദ ലിമിറ്റ് -L മുതൽ L വരെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യമേ എന്ത് ചെയ്യുക? കോൺസ്റ്റന്റ് ഒക്കെ ഇങ്ങോട്ട് ഔട്ട്സൈഡ് എടുക്കുക. ആക്ച്വലി ഈ എക്സ് ഉള്ള എല്ലാ ആൾക്കാരും ഫംഗ്ഷൻസ് ആണ് കേട്ടോ. നമുക്ക് ഇവിടെയും കൂടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ഒരു ഹോൾ ബ്രാക്കറ്റ് ഓവർ ദ ലിമിറ്റ് -L മുതൽ L വരെ. അപ്പൊ കോൺസ്റ്റന്റ് എല്ലാം ആദ്യമേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്സൈഡ് എടുക്കാം. ഓക്കെ, ഈ എക്സ് ഇല്ലാത്ത ആൾക്കാർ ഈ 1 + n സ്ക്വയർ പൈ സ്ക്വയർ ബൈ L സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. അതിങ്ങോട്ട് പുറത്തെടുത്തോളൂ. 1/L ഇൻറ്റു 1 താഴെ ഒന്ന് ക്രോസ് ചെയ്യാം നമുക്ക്. L സ്ക്വയർ പ്ലസ് n സ്ക്വയർ പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ L സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി ഇ റൈസ് ടു -x ഫംഗ്ഷൻ ആണ്, അത് അവിടെ ഇടുക. ഇൻറ്റു മൈനസ് കോസ് n/x ഡിവൈഡഡ് ബൈ L പ്ലസ് n/, ഡിവൈഡഡ് ബൈ L സൈൻ n/x ഡിവൈഡഡ് ബൈ L. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ നോക്കി എഴുതി. ഓവർ ദ ലിമിറ്റ് -L മുതൽ L വരെ.
സെറ്റാണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു എല്ലും സ്ക്വയറും തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാം. താഴെയുള്ള എല്ല് നമുക്ക് മണ്ടക്കേക്ക് എടുക്കാം. എന്താണ് വരിക? എൽ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ വരും. ശരിയല്ലേടോ? സോ എൽ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു, ഇനി ഇവിടെ നമുക്ക് ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുക. എക്സിന്റെ പ്ലേസിലേക്ക് എൽ കൊടുക്കുക. അപ്പം എന്ത് വരും? ഇ റൈസ് ടു മൈനസ് എൽ ഇൻറ്റു മൈനസ് കോസ് എൻ പൈ, എക്സിന്റെ പ്ലേസിലേക്ക് എൽ വരും. അപ്പൊ എൻ പൈ എൽ ബൈ എൽ എന്ത് വരും? എൻ പൈ വരും അല്ലെ? എൽ കട്ടാവും. ശരിയാണല്ലോ. പ്ലസ് എൻ പൈ ഡിവൈഡഡ് ബൈ എൽ സൈൻ എൻ പൈ എൽ ബൈ എൽ, എക്സിന് എൽ കൊടുത്താൽ എൻ പൈ എൽ ബൈ എൽ, എല്ലും എല്ല് കട്ടായാൽ സൈൻ എൻ പൈ വരും. ഓക്കെ, അപ്പൊ അപ്പർ ലിമിറ്റ് പരിപാടി കഴിഞ്ഞു. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. എക്സിന്റെ പ്ലേസിലേക്ക് മൈനസ് എൽ കൊടുക്കുക. അപ്പം ഇ റൈസ് ടു മൈനസ് ഓഫ് മൈനസ് എൽ. ശരിയല്ലേ? എക്സ് കാണുന്ന സ്ഥലത്തോട്ട് മൈനസ് എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ശ്രദ്ധിക്കണം, കോസ് ഓഫ് എൻ പൈ, എക്സിന്റെ പ്ലേസിലോട്ട് മൈനസ് എൽ ബൈ എൽ, എല്ലും എല്ലും കട്ടായി കഴിഞ്ഞാൽ ഒരു -1 ഉണ്ടാവും. മൈനസ് എൻ പൈ എന്ന് വരും. ശരിയാണല്ലോ? നമുക്കറിയാം കോസിനകത്ത് നെഗറ്റീവ് വന്നാൽ, കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് കോസ് തീറ്റയാണ്. സൈനകത്ത് നെഗറ്റീവ് വന്നാലോ, സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് മൈനസ് സൈൻ തീറ്റയാണ്. സൈനകത്ത് നെഗറ്റീവ് വന്നാൽ അത് നേരെ പുറത്തു വരും. കോസിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് മാറും. ശരിയല്ലേ? നമ്മളിവിടെ ലോവർ ലിമിറ്റ് കൊടുക്കുന്ന കേസിൽ മൈനസ് എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോസ് എൻ പൈ ഇൻറ്റു എക്സിന്റെ പ്ലേസിലോട്ട് മൈനസ് എൽ വരും. ഇപ്പൊ എല്ലും എല്ലും കട്ട് ചെയ്യാം. കോസ് ഓഫ് മൈനസ് എൻ പൈ എന്ന് വരും. കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. അപ്പൊ അത് അൾട്ടിമേറ്റ്ലി കോസ് എൻ പൈ തന്നെയാണ് അല്ലെ? മൈനസ് കോസ് എൻ പൈ തന്നെയാണ്. മൈനസ് എൻ പൈ ഇല്ലാതെ എൻ പൈ എന്ന് എഴുതാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എക്സിന്റെ പ്ലേസിലോട്ട് മൈനസ് എല്ല് വരുമ്പോൾ എല്ലും എല്ലും കട്ടായി കോസ് ഓഫ് മൈനസ് എൻ പൈ എന്ന് വരും. കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ്. അപ്പൊ കോസ് ഓഫ് മൈനസ് എൻ പൈ കോസ് എൻ പൈ എന്ന് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇവിടെ എക്സിന്റെ പ്ലേസിലോട്ട് മൈനസ് എല്ല് വരുമ്പോൾ പ്ലസ് എൻ പൈ ഡിവൈഡഡ് ബൈ എൽ സൈൻ എൻ പൈ മൈനസ് എൽ ബൈ എൽ, എല്ലും എല്ലും കട്ട് ചെയ്യാം. സൈൻ ഓഫ് മൈനസ് എൻ പൈ വരും. സൈനിനകത്ത് മൈനസ് വന്നാൽ ആ മൈനസ് പുറത്ത് വരും. ഓക്കെ, ആ പുറത്തേക്ക് ഞാൻ ആ മൈനസ് എഴുതുവാണ്. മൈനസ് ഓഫ് സൈൻ എൻ പൈ എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റാണല്ലോ? യെസ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ക്യാൻസൽ ആവാനുള്ളതൊക്കെ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. നോക്കണേ. സോ ഇവിടെ എൽ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു സൈൻ എൻ പൈ 0 ആണ്. ഈ ടേം പോയി. സൈൻ എൻ പൈ 0 ആണ്. ഈ ടേമും പോയി. ഓക്കെ, ബാക്കി നിങ്ങൾ നോക്കുക. ഇ റൈസ് ടു മൈനസ് എൽ മൈനസ് ഓഫ് കോസ് എൻ ബൈ -1 റൈസ് ടു എൻ വരും. മൈനസ് ഇ റൈസ് ടു 2 മൈനസ് ചേർന്ന് പ്ലസ് എൽ മൈനസ് ഓഫ് കോസ് എൻ ബൈ -1 റൈസ് ടു എൻ വരും. ശരിയാണല്ലോ? ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആ 2 മൈനസ് ചേർത്ത് പ്ലസ് ആക്കി. ഓക്കെ, ഈ 2 ടേമിലും ഇനി പോസിറ്റീവ് ഉള്ള ടേം ആദ്യം എഴുതിക്കോളൂ. എൽ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എൽ -1 റൈസ് ടു എൻ മൈനസ് ഇ റൈസ് ടു മൈനസ് എൽ -1 റൈസ് ടു എൻ. സോ 2 ടേമിലും എന്ത് കോമൺ ഉണ്ട്? -1 റൈസ് ടു എൻ കോമൺ ഉണ്ട്. അതിങ്ങോട്ട് പുറത്തെടുക്കാം. സോ എൽ ഇൻറ്റു -1 റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു -1 റൈസ് ടു എൻ പുറത്ത് വന്ന ബാക്കി ഇ റൈസ് ടു എൽ മൈനസ് ഇ റൈസ് ടു മൈനസ് എൽ അല്ലേ? ഇ റൈസ് ടു എൽ മൈനസ് ഇ റൈസ് ടു മൈനസ് എൽ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു 2 ഡിവൈഡ് ചെയ്യാം. ഇതിന് നമ്മുടെ റിസൾട്ട് ഉണ്ട്. ഇതെന്താണ്? സൈൻ എച്ച് എൽ ആണ് അല്ലെ? ഇ റൈസ് ടു എൽ മൈനസ് ഇ റൈസ് ടു മൈനസ് എൽ ബൈ 2 എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് സൈൻ ആണ്. സൈൻ എച്ച് എൽ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എൽ മൈനസ് ഇ റൈസ് ടു മൈനസ് എൽ ബൈ 2. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ ഇൻറ്റു -1 റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു ഈ കാണുന്ന സാധനം എന്ത് വരും? സൈൻ എച്ച് എൽ വരും. ഓക്കെ, സോ ഇതാണ് എന്ത് കിട്ടുക നമുക്ക്? എ എൻ കിട്ടും. ശരിയല്ലേ? എ നോട്ടായി എ എൻ ആയി. എ എന്നിൻ്റെ വാല്യൂ എന്താണ്? എ എൻ ഇസ് ഈക്വൽ ടു
2l into minus 1 raised to n divided by l square plus n square pi square into sin hl. സോ നെക്സ്റ്റ് നമുക്കിനി ആരെ കണ്ടുപിടിക്കണം? ബി എൻ കണ്ടുപിടിക്കണം. സോ ബി എന്നിൻ്റെ പരിപാടി നോക്കാം. സോ അപ്പോൾ നമ്മൾ എ നോട്ടും എ എന്നും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ബി എൻ കണ്ടുപിടിക്കാം. ബി എൻ ഫോർമുല നമ്മൾ ഓൾറെഡി നേരത്തെ എഴുതിയിട്ടതാണ്. ബി എൻ ഇസ് ഈക്വൽ ടു 1/l ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു സൈൻ n pi x ഡിവൈഡഡ് ബൈ എൽ ഡി എക്സ്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ഏത് ഫോർമാറ്റാണ് ഉപയോഗിക്കുക? ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് എന്നുള്ള ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്തായിരുന്നു? ഇ റൈസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ഓക്കെ, ഈ ഫോർമുല നമ്മൾ ഇവിടേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്താണ് വരിക? സോ ദിസ് ഈസ് ഈക്വൽ ടു 1/l ഇൻറ്റു ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എയുടെ വാല്യൂ നമുക്ക് -1 ആണ് കിട്ടുക ആൻഡ് ബിയുടെ വാല്യൂ n/l ആണ്. ശരിയാണല്ലോ? എയുടെ വാല്യൂ -1, ബിയുടെ വാല്യൂ കമ്പയർ ചെയ്യാം. എയുടെ പ്ലേസിൽ -1 ആണ് കിടക്കുന്നത് അല്ലെ? എയുടെ പ്ലേസിൽ -1, ബി എന്ന് പറയുന്ന എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്, ദാറ്റ് ഈസ് n/l. ഓക്കെ, ഇനി ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇ റൈസ് ടു എ എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1ന്റെ സ്ക്വയർ 1 പ്ലസ് ബി സ്ക്വയർ എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ ഇൻറ്റു എന്താണ് വരിക? എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. എ സൈൻ ബി എക്സ് എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ മൈനസ് സൈൻ ബി എക്സ് എന്ന് പറഞ്ഞാൽ n/x/l എസ് എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ബി എന്ന് പറഞ്ഞാൽ n/l ആണ്. n/l ഇൻറ്റു കോസ് ബി എക്സ് കോസ് n/x/l. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓവർ ദ ലിമിറ്റ് -l മുതൽ l വരെ. ഓക്കെ, സോ കോൺസ്റ്റന്റ് ഇങ്ങോട്ട് പുറത്തെടുക്കുക. എന്നിട്ട് ഫംഗ്ഷന് മാത്രം നമ്മൾ ആക്ച്വലി എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് കൊടുത്താൽ മതി. ശരിയാണല്ലോ? ഇവിടെ ഈ 1 പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. അതിങ്ങോട്ട് പുറത്തെടുക്കാം. ഇപ്പൊ എന്താണ് വരിക? സോ ദിസ് ഈസ് ഈക്വൽ ടു 1/l ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ താഴെ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് വരിക. എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്ന് വരും. ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു എന്താണ് വരിക? മൈനസ് സൈൻ n/x ഡിവൈഡഡ് ബൈ എൽ മൈനസ് n/, ഡിവൈഡഡ് ബൈ എൽ കോസ് n/x ഡിവൈഡഡ് ബൈ എൽ ഓവർ ദ ലിമിറ്റ് -l മുതൽ l വരെ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒരു എല്ലും സ്ക്വയറും തമ്മിൽ വെട്ടാം. താഴെയുള്ള എല്ല് നേരെ മുകളിലേക്ക് വരും. എൽ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് കൊടുക്കുക. എക്സിന്റെ പ്ലേസിലേക്ക് എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് വരും? ഇ റൈസ് ടു -l ഇൻറ്റു മൈനസ് സൈൻ n/, ഇൻറ്റു l/l സൈൻ n/, എന്ന് വരും. ഓക്കെ, l/l കട്ടാവും. മൈനസ് n/, ഡിവൈഡഡ് ബൈ എൽ കോസ് n/l/l കോസ് n/, വരും. ഓക്കെ, അപ്പൊ അപ്പർ ലിമിറ്റ് ആയി. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. എന്താണ്? ഇ റൈസ് ടു -l അല്ലെ? ഈ എക്സ് മാറിക്കൊണ്ട് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള -l വരും. ഇൻറ്റു മൈനസ് സൈൻ n/, ഇൻറ്റു -l/l എല്ലും കട്ടാവും. സൈൻ ഓഫ് -n/, നമുക്കറിയാം സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് മൈനസ് സൈൻ തീറ്റയാണ്. മൈനസ് നേരെ പുറത്ത് വരും. ശരിയല്ലേ? ഇവിടെ സൈൻ ഓഫ് -n/, എന്ന് പറയുമ്പോൾ മൈനസ് നേരെ പുറത്ത് വരും. ഓൾറെഡി പുറത്തുള്ള മൈനസുമായിട്ട് ചേർന്നത് പ്ലസ് ആവും. ആക്ച്വലി അപ്പൊ എന്താ ഉണ്ടാവുള്ളൂ? സൈൻ n/, മാത്രമേ ഉണ്ടാവുള്ളൂ. മൈനസ് n/, ഡിവൈഡഡ് ബൈ എൽ കോസ് ഓഫ് n/, ഇൻറ്റു -l/l എല്ലും കട്ടാവും. കോസ് ഓഫ് -n/, വരും. കോസിനുള്ളിൽ നെഗറ്റീവ് വന്നാൽ അത് ഇല്ലാണ്ടായി പോകും. കോസ് ഓഫ് -θ എന്ന് പറഞ്ഞാൽ അത് കോസ് തീറ്റ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? കോസ് n/, മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ലിമിറ്റ് കൊടുത്തു.
സൈൻ എൻ പൈ എന്താവും? 0 ആവും. ഇവിടെയും സൈൻ എൻ പൈ 0 ആവും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? എൽ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എൽ ഇൻറ്റു മൈനസ് എൻ പൈ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ -1 റൈസ് ടു എൻ ആണ്. ഓക്കെ, മൈനസ് ഇ റൈസ് ടു 2 മൈനസുകൾ ചേർന്ന് പ്ലസ് എൽ ആവും ഇൻറ്റു മൈനസ് എൻ പൈ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ -1 റൈസ് ടു എൻ വരും. ഓക്കെ, സോ രണ്ട് ടേംസിലും നമുക്ക് എന്ത് ഔട്ട്സൈഡ് എടുക്കാൻ പറ്റും? ഇവിടെ നിങ്ങൾ നോക്കിയോളൂ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അത് രണ്ടും കൂടെ ചേർത്തിട്ട് എന്താക്കാം? നമുക്ക് പ്ലസ് ആക്കാം. ഓക്കെ, സോ ഇനി പോസിറ്റീവ് ടേം ആദ്യം എഴുതാം. നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ടേം ആദ്യം എഴുതാം, നെഗറ്റീവ് ആയിട്ടുള്ള ടേം രണ്ടാമത് എഴുതാം, എന്നിട്ട് കോമൺ എടുക്കാം. ഓക്കെ, so this is equal to L divided by L square plus N square pi square into positive term ആദ്യം എഴുതിക്കോളൂ, e raised to L into N pi into -1 raised to N divided by L. ഇവിടെ മൈനസ് e raised to minus L into N pi into -1 raised to N divided by L. പോസിറ്റീവ് ആയിട്ടുള്ള ടേം ആദ്യം എഴുതി, നെഗറ്റീവ് ആയിട്ടുള്ള ടേം രണ്ടാമത് എഴുതി. ഓക്കെ, ഇനി ഈ രണ്ട് ടേംസിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഔട്ട്സൈഡ് എടുക്കാനുണ്ടോ എന്ന് നോക്കിക്കേ. സോ ഇവിടെ എൻ പൈ ഉണ്ട്, ഇവിടെ എൻ പൈ ഉണ്ട്, ഇവിടെ -1 റൈസ് ടു എൻ ഉണ്ട്, ഇവിടെ -1 റൈസ് ടു എൻ ഉണ്ട്, താഴെ രണ്ടിടത്തും ബൈ എൽ ഉണ്ട്. അതിങ്ങോട്ട് പുറത്തെടുക്കാം. സോ എൽ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു എന്താണ് വരിക? എൻ പൈ ഇൻറ്റു -1 റൈസ് ടു എൻ ബൈ എൽ പുറത്തെടുക്കാം. ബാക്കി എന്തുണ്ടാവും? ഇവിടെ ഒരു ഇ റൈസ് ടു എൽ ഉണ്ട്, മൈനസ് ഇ റൈസ് ടു മൈനസ് എൽ ഉണ്ട്. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ നമുക്കൊരു എല്ലും കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താണ് വരിക? എൻ പൈ ഇൻറ്റു -1 റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എൽ മൈനസ് ഇ റൈസ് ടു മൈനസ് എൽ. ശരിയല്ലേ? സോ ഇ റൈസ് ടു എൽ മൈനസ് ഇ റൈസ് ടു മൈനസ് എൽ ബൈ 2 ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സൈൻ എച്ച് എൽ എന്ന് കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 2n പൈ ഇൻറ്റു -1 റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു സൈൻ എച്ച് എൽ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബി എൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ എ നോട്ടായി, എ എൻ ആയി, ബി എൻ ആയി. ഇത് മൂന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെഴുതി വെക്കാം? നമ്മുടെ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ എഴുതി വെക്കാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എ നോട്ടും എ എന്നും ബി എന്നും കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക്, നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആദ്യമേ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ. എന്തായിരുന്നു ആ ഫോർമുല? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to infinity an cos n pi x divided by ക്യാപിറ്റൽ എല്ലിന് പകരം അത് സ്മോൾ എൽ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, പ്ലസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to infinity ബി എൻ സൈൻ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ. ഓക്കെ, ഇപ്പം ഇവിടേക്ക് നമ്മൾ വാല്യൂസ് കൊടുക്കുക. എ നോട്ട് ബൈ 2 എന്ന് പറയുമ്പോൾ എന്താണ് വരിക? എ നോട്ട് എന്ന് പറഞ്ഞാൽ 2 by L സൈൻ എച്ച് എൽ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to infinity an. ന് പകരം 2l ഇൻറ്റു -1 റൈസ് ടു n, 2l ഇൻറ്റു -1 റൈസ് ടു n ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു സൈൻ എച്ച് എൽ ഇൻറ്റു എ എൻ ഐ കോസ് എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ പ്ലസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to infinity ബി എൻ. ബി എൻ എന്ന് പറഞ്ഞാൽ 2n പൈ ഇൻറ്റു -1 റൈസ് ടു n ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ സൈൻ എച്ച് എൽ ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ സൈൻ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എൽ.
ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യാം, ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. ഇവിടെ 2 നമുക്ക് കട്ട് ചെയ്യാം. ബാക്കി എന്താണ് വരിക? 1/L ഇൻറ്റു സൈൻ HL പ്ലസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളവരെയൊക്കെ ഔട്ട്സൈഡ് എടുക്കാം. n ഇല്ലാത്തത് എന്താ ഉള്ളൂ? n ഇല്ലാത്തത് 2L ഉണ്ട്, ശരിയല്ലേ? 2L ഇങ്ങോട്ട് പുറത്തെടുക്കാം, അല്ലെങ്കിൽ കോമൺ എടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ എഴുതിയാലും മതി. 2 കോൺസ്റ്റന്റ് ആണ്, L കോൺസ്റ്റന്റ് ആണ്. ബാക്കി സിഗ്മ n is equal to 1 to infinity minus 1 raised to n divided by L square plus n square pi square into sin HL into cos n pi x divided by L plus ഇവിടെ 2ഉം പൈയും കോൺസ്റ്റന്റ് ആണ്. 2π into സിഗ്മ n is equal to 1 to infinity 2ഉം പൈയും പോയാൽ ബാക്കി n into minus 1 raised to n divided by L square plus n square pi square into sin HL into sin n pi x divided by L. So this is the required Fourier series representation of the function. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല പണിയെടുക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഇത് മുൻപ് ചോദിച്ച ചോദ്യമാണ്. ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായെന്നറിയാം, എങ്കിലും ഒരു 2-3 പ്രാവശ്യം ചെയ്ത് പഠിക്കുമ്പോൾ ഇതങ്ങ് ഓക്കെ ആയിക്കോളും. ഓക്കെ, പഠിക്കാതെ പോകരുത് ഇതൊന്നും. കാരണം ഞാൻ പറഞ്ഞല്ലോ, പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എന്താണ് നല്ലൊരു സ്കോർ കൈ കിട്ടും. പഠിച്ചില്ലെങ്കിൽ ഒറ്റയടിക്ക് നല്ല സ്കോർ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പം എന്താണ്, നമുക്ക് ഒരു അത്യാവശ്യം അവിടുന്ന് ഇവിടുന്നൊക്കെയായിട്ട് സ്കോർ ചെയ്ത് ഒരു 37 അല്ലെങ്കിൽ 35 നിൽക്കുന്ന ഒരാൾക്ക് ഒറ്റയടിക്ക് പാസ്സാവാൻ പറ്റിയ നല്ല ക്വസ്റ്റ്യൻ. അങ്ങനെ വേണം നമ്മൾ എപ്പോഴും ഇത് ആലോചിക്കാൻ. ഈ ഒറ്റയടിക്ക് ഒരു നല്ല സ്കോർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ഈ പാസ്സാവാൻ ബുദ്ധിമുട്ടുന്നവർക്ക് പാസ്സാവാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് കുറച്ച് സമയം എടുത്തൊന്ന് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് സെറ്റാണ്. കാരണം ഇതിനകത്ത് ഒരു മാറ്റം അവർ വരുത്തില്ല ക്വസ്റ്റ്യനിൽ. ബാക്കിയുള്ള അടുത്തു നിന്നൊക്കെ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യാം, നമ്പർ ചേഞ്ച് ചെയ്യാം, ഇതൊക്കെ ഇതേപോലെ തന്നെയാണ് ചോദിക്കുക. ഒരു മാറ്റവും ഇല്ലാണ്ട് സെയിം അതേപോലെ തന്നെയാണ് ചോദിക്കുക. അപ്പോൾ അതേപോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് റീപ്രൊഡ്യൂസ് ചെയ്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയുമായിരുന്നു നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.